ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്, അവരുടെ ഫീലിംഗ് സിറ്റുവേഷൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്, കുറച്ച് ദിവസങ്ങളിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി അങ്ങോട്ട് ഉണ്ടാവും. ടോപ്പിക്കുകൾ താഴെ കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണലിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്, ദ ഹൈറോഫന്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. മജീഷ്യൻ, ടെൻ ഓഫ് സോർഡ്സ്, ടെൻ ഓഫ് പെൻറ്റക്കിൾസ്, നയൻ ഓഫ് സോർഡ്സ്. ഓക്കെ, ഇത്രയും കാർഡ്സ് നോക്കിയിട്ട് നമുക്ക് ദെൻ കാർഡ്സ് എടുക്കാം. അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീനകത്ത് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇതൊരു എൻഡിങ്ങിൻ്റെ കാർഡാണ്. അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു എൻഡിങ്ങിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത്. പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് കാണുന്നുണ്ട്. മീൻസ് നിങ്ങളുടെ പേഴ്സൺ ആയാലും നിങ്ങൾക്കായാലും ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടും പെയിൻഫുൾ അവസ്ഥയാണ്. ഇത് അവസ്ഥകൾ കൊണ്ട് മാത്രം നടന്നിട്ടുള്ള ഒരു സെപ്പറേഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും, നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ക്രിയേറ്റ് ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അവസ്ഥകൾ കാരണമാണ്. അതായത് സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മെയിൻലി കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് നിൽക്കുമ്പോഴും ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഹാപ്പി അല്ല. അവർക്ക് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പെയിൻഫുൾ തന്നെയാണ്. ഇതേ അവസ്ഥയിലൂടെ നിങ്ങളും കടന്നു പോകുന്നുണ്ടാവുമായിരിക്കും. ടെൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡും അതുപോലെ തന്നെ ഹൈറോഫന്റിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. നിങ്ങൾ മാരീഡ് പേഴ്സൺസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കപ്പിൾസിനെ പോലെ, മീൻസ് ഒരു ഫാമിലീനെ പോലെ കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം. അത്രയും സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. ഇതിപ്പം ഈ പേഴ്സണ് വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിലുള്ള മൊമെന്റ്സ്, ഹാപ്പി മൊമെന്റ്സും കാര്യങ്ങളും ഓർമ്മകളെല്ലാം തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ കൊടുക്കുന്നത് പോലെ, മറക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് പോലെയാണ് കാണുന്നത്. ഒരുപാട് നാളായിട്ട്, ഒരു ലോങ് ടേം ടൈം ആയിട്ട് ഇത് വീണ്ടും അതേപോലെ തന്നെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും നിങ്ങളുടെ പേഴ്സന്റെ എനർജിനകത്ത് ഇത് വീണ്ടെടുക്കണം, ഇത് തിരിച്ചെടുക്കണം, അങ്ങനെയുള്ളൊരു തോട്ട് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഇവര് ഈ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്, സക്സസിന് വേണ്ടിയിട്ട് ഇപ്പോഴും പ്രയത്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മജീഷ്യന്റെ എനർജി വരുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ വളരെയധികം അട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. അതായത് മാനിഫെസ്റ്റേഷൻ ആണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിറ്റിയോടെ ഇവർ നിങ്ങളെ അട്രാക്ട് ചെയ്യാണ്. മീൻസ് ഒരു സോളിനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ. ഓക്കെ, അതായത് ഇവർക്ക് പോലും അറിയില്ലായിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതായത് ആരോടും തോന്നാത്ത തരത്തിലുള്ള ഒരു അട്രാക്ഷൻ തോന്നുക, ഒരു എഫെക്ഷൻ തോന്നുക. അത് തോന്നുന്ന, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കുകയാണ്. നിങ്ങൾ ചിലപ്പം അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾക്കും അതുപോലെ അട്രാക്ഷൻ തോന്നുന്നുണ്ടാകാം. മനസ്സിലാക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ നിങ്ങളെ അത്രത്തോളം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഗോഡിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ലൈഫിനകത്ത്
ഈ സിറ്റുവേഷൻസ് ഇവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ മിസ്സിങ് എനർജി നല്ല രീതിക്ക് തന്നെ ഉണ്ട്. റിലേഷൻഷിപ്പ് പഴയതുപോലെ ഒരു ബോണ്ടിങ്ങിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം അല്ലെങ്കിൽ അതിനുള്ളൊരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ എനർജി മെയിൻലി കാണുന്നത്. 9 ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ആൻസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് വറി ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പേടിയുണ്ട്. പേടി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ പേടിക്കുന്നു എന്നല്ല, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ചിലപ്പം 4 ആൾ അറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുന്നത് കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചുറ്റുപാടിനെ പേടിക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ ഫിയർ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ സംടൈംസ് ഇവർ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അതായത് ഭയങ്കരമായിട്ടും വറി ചെയ്യുമ്പം അതൊരു ഡിപ്രഷൻ അവസ്ഥ തന്നെയാണ്. അതായത് അവർ ഒരു മാനസികമായിട്ട് ഒട്ടും ഓക്കെ അല്ലാത്ത അവസ്ഥയിലൂടെയും കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാത്തൊരവസ്ഥ, അതുപോലെ തന്നെ ഒരു ടൈം ആവുമ്പം അവർക്ക് ഭയങ്കരമായിട്ട് മെമ്മറീസ് കടന്നു വരിക. അങ്ങനെ മെമ്മറീസ് കടന്നു വരുമ്പം അവരൊരു ട്രോമ പോലെ, അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതെ അവരെന്താണോ ചെയ്യുന്നത് ആ ആക്ടിവിറ്റിയിൽ അവർക്ക് കറക്റ്റായിട്ടൊരു കോൺഫിഡൻറ്റ് കിട്ടാതെ, ഒരു മൈൻഡ് സെറ്റ് ഓക്കെ അല്ലാതെ ഒരു ബ്ലാങ്ക് ആയി പോകുന്ന ഒരു അവസ്ഥയിലൂടെ ഈ പേഴ്സൺ കടന്നു പോകുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. രാത്രി ഒന്നും ഉറക്കം വരുന്നില്ല, വിശപ്പില്ലാത്തൊരവസ്ഥ, എല്ലാ ഹോപ്പും നഷ്ടമായി പോകുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയിലൂടെയും ഈ പേഴ്സൺ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്? എംപ്രസിൻ്റെ എനർജിയാണ്, വളരെ മിസ്സിങ് എനർജിയാണ് ഇത് ഒരു നിങ്ങളുടെ അടുത്ത് വളരെയധികം സെക്ഷുവൽ അട്രാക്ഷൻ ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഡേറ്റിംഗ് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഗ്രോത്ത് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ ഈ പേഴ്സൺ നല്ല രീതിക്ക് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു കെയറിങ് ആണ് ഈ പേഴ്സൺ മിസ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ആ ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ള ആ സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയറിങ്ങും ഒരു പാരൻറ്റിങ്ങിനെ പോലെ നിങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാകാം, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾ പല കാര്യങ്ങൾക്കും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. അപ്പം പലതും ഇവർ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്താ പറയുക, ഇതൊരു കെയറിങ്ങിൻ്റെ എനർജിയാണ് ഈ എംപ്രസ് കാർഡ് എന്ന് പറയുന്നത്. ഒരു ഫെമിനിൻ എനർജി കൂടുതലായിട്ടും വരിക ആ സമയത്ത് അവർക്ക്. ഓക്കെ, ഒരു ഫീമെയിൽ എനർജി കൂടുതലായിട്ടും കടന്നു വരിക. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിക്ക് തന്നെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇതിലൊരു ഗ്രോത്ത് കൊണ്ടുവരണം, ആ ഒരു പ്രസൻസ് വേണം എന്നിവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഗുഡ് മെമ്മറിയാണ്, അവർക്കത് നല്ലൊരു സപ്പോർട്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം നിങ്ങൾ എന്തൊക്കെ കാര്യത്തിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ മെൻ്റലി ഹെൽപ്പ് ചെയ്തതായിരിക്കാം, പല കാര്യങ്ങളിൽ നിന്നും ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതായിരിക്കാം, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. അപ്പം നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സോ അവരുടെ ഫീലിങ്സിനകത്ത് വളരെയധികം മിസ്സിങ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. 8 ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ കോണ്ടാക്ട്സ് കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ, മെസ്സേജ് ഒന്നുമില്ല, ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന കാര്യം ക്വിക്കായിട്ട് നടക്കാൻ വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്ന ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഗ്രോത്തുകൾ അത് പെട്ടെന്ന് തന്നെ നടന്നിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ഇവർ ആലോചിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു സ്പീഡ് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്നൊരു ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ മെസ്സേജ് അയക്കുന്നതായിരിക്കാം, ബ്ലോക്ക് അയക്കുന്നതായിരിക്കാം. കാരണം ഇത് ആക്ഷൻ അവരെടുക്കുന്നത് ഫാസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ട്രാവൽ ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും കാണുന്നുണ്ട്. സോ ഇവരുടെ ഫീലിങ്സിനകത്ത് മെയിൻലി മിസ്സിങ് ആണ് കാണുന്നത്. ഓക്കെ, ഒന്നും മറന്നിട്ടില്ല, വളരെ മിസ്സിങ് ആണ്. എല്ലാം വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻലി നമ്മൾ കാണുന്നത്. സോഡിയാക് സൈൻ നോക്കുകയാണെങ്കിൽ ജെമിനി ഉണ്ട്, എഗെയിൻ ജെമിനി വന്നിട്ടുണ്ട്, ടോറസ് ഉണ്ട്, വീനസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, വിർഗോ വന്നിട്ടുണ്ട്, ആൻഡ് സാജിറ്റേറിയസ്, അക്യൂറിയസ്, സ്കോർപിയോ, സാജിറ്റേറിയസ് എഗെയിൻ വന്നിട്ടുണ്ട്, ലിബ്ര വന്നിട്ടുണ്ട്, പൈസിസ്, ലിയോ, സ്കോർപിയോ അഗെയിൻ, ലിബ്ര അഗെയിൻ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലൂസും കൂടി നോക്കാം.
ജെ ആൻഡ് എം വന്നിട്ടുണ്ട്, ലെറ്റർ ആണ്. ഡബ്ല്യു വന്നിട്ടുണ്ട്, എം വന്നിട്ടുണ്ട്, എഗെയിൻ 48 വന്നിട്ടുണ്ട്, 51 വന്നിട്ടുണ്ട്, 36 വന്നിട്ടുണ്ട്, 36 എഗെയിൻ വന്നിട്ടുണ്ട്, ഏജ് ആയിരിക്കാം, ഇമ്പോർട്ടൻ്റ് ഡേറ്റ് എന്തെങ്കിലും ആയിരിക്കാം. 58 വന്നിട്ടുണ്ട്, 27 വന്നിട്ടുണ്ട്, 32 വന്നിട്ടുണ്ട്, 48 വന്നിട്ടുണ്ട്, 39 വന്നിട്ടുണ്ട്, ലെറ്റർ ബി വന്നിട്ടുണ്ട്, ലെറ്റർ ഡി വന്നിട്ടുണ്ട്, 35 വന്നിട്ടുണ്ട്, 43 വന്നിട്ടുണ്ട്, ലെറ്റർ എം വന്നിട്ടുണ്ട്, എൻ വന്നിട്ടുണ്ട്, നമ്പർ 10 വന്നിട്ടുണ്ട്, 49 വന്നിട്ടുണ്ട്, 46 വന്നിട്ടുണ്ട്, 23 വന്നിട്ടുണ്ട്, 48, 32, 51, ലെറ്റർ എസ്, ലെറ്റർ എ, 24, 23, ലെറ്റർ എ എഗെയിൻ വന്നിട്ടുണ്ട്, 36, നമ്പർ 6, 16, ലെറ്റർ എം അഗെയിൻ, ലെറ്റർ എം അഗെയിൻ, 37 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. നിങ്ങൾക്കുള്ള റീഡിങ് ഇത്രയേ ഉള്ളൂ. റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.